വാർത്തകളിലേക്ക് വിശദമായി. ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള സർവേക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് കോൺഗ്രസ്. സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുള്ള തരൂർ തന്ത്രം ബിജെപി അജണ്ടയുടെ ഭാഗമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. 2026 UDFിന് വൻ സാധ്യത പറയുന്ന സർവേയാണെങ്കിലും സർവേ ഏറ്റെടുക്കാതെ കരുതലോടെയാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിനിടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ലേഖനവുമായി തരൂർ വീണ്ടും രംഗത്ത് വന്നു. 2026 കേരളം ആര് പിടിക്കും? പലവിധ സാധ്യതകളും പങ്കുവയ്ക്കുന്ന സർവേകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. എന്നാൽ വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ സർവേ ചർച്ചയായത് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി എന്നതിലാണ്. UDFിന് വൻ സാധ്യത പറയുന്ന സർവേയാണെങ്കിലും കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുന്നില്ല. പകരം BJP അജണ്ടയാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. തരൂരിനെ ഉയർത്തിക്കാട്ടി പാർട്ടിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. UDFിലും കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. കോൺഗ്രസിൽ തരൂരിന്റെ ഭാവി പോലും പരുങ്ങല്ലായിരിക്കുമ്പോഴാണ് തരൂരിന് മുഖ്യമന്ത്രി സാധ്യത നൽകുന്ന സർവേ ഫലമെന്നതാണ് ശ്രദ്ധേയം. തന്റെ എക്സ് അക്കൗണ്ടിൽ തരൂർ ഇത് ഷെയർ ചെയ്യുക കൂടി ചെയ്തതോടെ സർവേക്ക് പിന്നിലെ ഗൂഢാലോചന കോൺഗ്രസ് ഉറപ്പിച്ചു. സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുള്ള തരൂർ തന്ത്രത്തെ കരുതലോടെ നേരിടുകയാണ് കോൺഗ്രസ് നേതാക്കൾ. UDFിന് ഭൂരിപക്ഷം കിട്ടിയാൽ UDF ആണല്ലോ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. അടുത്തിടെ ശശി തരൂർ നടത്തിയ വിവാദ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. ഇനി കോൺഗ്രസിൽ തരൂരിനൊരു ഭാവിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് പല പ്രമുഖ നേതാക്കളും. താൻ കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് ആവർത്തിക്കുകയും ഫലത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളുമായിട്ടാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. പാർട്ടിക്ക് പുറത്തുപോയി എടുക്കുന്ന നിലപാടിനേക്കാൾ തന്നെ ചർച്ചയാക്കുന്നത് ഈ തന്ത്രം തന്നെയാണെന്ന് വിലയിരുത്തലാണ് ശശി തരൂരിന്റെ നീക്കവും. ചുരുക്കത്തിൽ തരൂർ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ദേശീയ അജണ്ടയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ഇതിനിടയിലാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ കേരളത്തിലും ദേശീയ തലത്തിലുമുള്ള ചില പത്രങ്ങളിൽ തരൂർ ലേഖനമെഴുതിയത്. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും കണക്കറ്റ് വിമർശിക്കുന്ന ലേഖനം അവസാനിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്തുതിയോടെയാണ്. ഇന്ദിരയുടെ കാലത്തേക്കാൾ ജനാധിപത്യ ഇന്ത്യയാണ് ഇപ്പോഴെന്ന തരൂർ ലേഖനത്തിലെ പരാമർശം ഫലത്തിൽ BJPക്കുള്ള വാഴ്ത്തുപാട്ടാണ്. ന്യൂസ് ഡെസ്ക്, News 18.